ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആ മക്കളെ, ഇപ്പൊ അച്ഛന്റെ ഡ്രൈവിംഗിന്റെ കോൺസെൻട്രേഷൻ കളയുന്ന ആരാ നോക്കിയേ? രണ്ടും കണക്കാ. മിക്കാറും വണ്ടി ഞങ്ങൾ ഓടിക്കേണ്ടി വരുമെന്നാ തോന്നുന്നേ. ശരി, അടുത്ത കീറ്. അച്ഛൻ സമാധാനമായിട്ടിരിക്കെ. ഇത്രയൊക്കെ നമ്മൾ അനുഭവിച്ചില്ലേ, ഇനി മതിയെന്ന് ദൈവത്തിന് തന്നെ തോന്നും. ഇറക്കിക്കൊണ്ട് പാടും. എന്റെ സാറേ, നിങ്ങൾ ഈ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മോളെ, അയാളല്ലേ അത്? അതെ അച്ഛാ, നമ്മൾ കയറിയ ആദ്യത്തെ ഓട്ടോയിലാളാ. സാർ, ഇവനാണോ ഓട്ടോക്കാരൻ? ഇവന്റെ ഓട്ടോയിൽ അവർ ആദ്യം കയറിയത്. അയാളെ കൂടി വിളിക്കുക. ശരി സാർ. സ്വർണം കിട്ടിയാ മതിയായിരുന്നു. കിട്ടും മോളെ, എന്തായാലും അയാളെ കണ്ടുപിടിച്ചല്ലോ. നിങ്ങളെ സാറ് വിളിക്കുന്നു. വാ മോളെ. ഇവരുടെ സ്വർണം നീയല്ലടാ എടുത്തത്? അയ്യോ, ഞാനല്ല സാറേ. കള്ളം പറയുന്നടാ. നീ എന്താ കരുതിയേ? നിന്നെ ഞങ്ങൾ പൊക്കൂലെന്ന് ഓർത്തോ? എന്റെ സാറേ, ഇവര് എന്റെ ഓട്ടോയിൽ കയറി എന്നുള്ളത് സത്യമാ. അപ്പൊ പിന്നെ നീ തന്നെ സ്വർണം എടുത്തേ? അയ്യോ, ഞാൻ പറയുന്നൊന്ന് കേക്ക് സാറേ. ശരി, എടുത്ത സ്വർണം നീ എന്ത് ചെയ്തു? ഉരുക്കി വിറ്റോ അതോ പണയം വെച്ചോ? ഒന്നും ചെയ്തില്ല സാറേ. കിട്ടിയാലല്ലേ ചെയ്യാൻ പറ്റൂ. ഇവരെ കൊണ്ടുവരുന്ന വഴിക്ക് എന്റെ ഓട്ടോ ഒന്ന് കേടായി. പിന്നെ വേറെ ഒരു ഓട്ടോയിൽ കയറ്റി ഞാനിവരെ വിടുകയായിരുന്നു. ആ ഓട്ടോക്കാരൻ ഏതാടാ? ഏത് സ്റ്റാൻഡിൽ കിടന്ന് അവൻ ഓടുന്നത്? അതൊന്നും എനിക്കറിയില്ല സാറേ. രാത്രിയിൽ ഒരു ഓട്ടോ കണ്ടു, ഞാനിവരെ അതിൽ കയറ്റി വിടുകയും ചെയ്തു. ഇനി ചിലപ്പോ ആ രണ്ടാമത് കയറിയ ഓട്ടോയിലായിരിക്കുമോ മോളെ നമ്മൾ ബാഗ് വെച്ച് മറന്നത്? എനിക്കറിയില്ല അച്ഛാ, എന്തൊക്കെയാ നമുക്ക് ചുറ്റും നടക്കുന്നതെന്ന് എനിക്കറിയില്ല. എടാ, സത്യം പറഞ്ഞില്ലെങ്കിൽ നീ ഇനി ഓട്ടോ സ്റ്റാൻഡിൽ കിടന്ന് ഓടില്ല. സത്യം സാറേ ഞാൻ പറഞ്ഞത്. കാര്യം ഗതികേടായിരിക്കാം, പക്ഷേ അന്യന്റെ 1 രൂപയെങ്കിൽ 1 രൂപ. ഓട്ടോയിൽ കിടന്ന് കിട്ടിയ 10 രൂപയുടെ പെട്രോൾ കത്തിച്ചിട്ടായാലും കൊണ്ടുപോയി കൊടുക്കുന്ന ശീലം ഞങ്ങൾ ഓട്ടോക്കാർക്കുണ്ട് സാറേ. അതുകൊണ്ട് പറയാ, ഇവരുടെ സ്വർണം ഞാൻ കണ്ടിട്ടില്ല സാറേ. ഇവരെല്ലാ ബാഗുകളും എടുത്താണ് വന്ന ഓട്ടോയിൽ കയറി പോയത് സാറേ. ചിലപ്പം ശരിയായിരിക്കും സാറേ. മറന്നു വെച്ചത് ആ ഓട്ടോയിലായിരിക്കും. ഇതിപ്പോ ഏത് ഓട്ടോയിലാ വച്ചതെന്ന് നിങ്ങൾക്ക് എന്നെ ഉറപ്പില്ല. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാനാ? ശരിക്കൊന്ന് ഓർത്തു നോക്കേ, ആ ഓട്ടോയിൽ തന്നെ ആണോന്ന്. എടുത്തു വെച്ചപ്പോ ആ കവർ അതിലുണ്ടായിരുന്നോന്ന്. അതിപ്പോ കൃത്യമായിട്ട് ഓർക്കുന്നില്ല സാർ. നീ എങ്ങാനും എടുത്തിട്ടുണ്ടോടാ? സാർ, ഞാൻ എടുത്തിട്ടില്ല സാർ. ഞാൻ കണ്ടിട്ട് പോലുമില്ല. ഞാൻ പൊക്കോട്ടെ സാറേ. ഇന്നത്തെ എന്റെ ഓട്ടം. അങ്ങോട്ട് മാറിക്കടാ. എടാ, നീ ഒന്നുകൂടെ ഓർത്തു നോക്കിയേ. നീ അവിടുന്ന് ഇവരെ വിളിച്ച് കയറ്റി വിട്ട ആ ഓട്ടോയെ കുറിച്ച് നിനക്ക് വല്ല ഐഡിയ ഉണ്ടോന്ന്? ഞാൻ പറഞ്ഞല്ലോ സാറേ, ആ സമയത്ത് അതുവഴി വന്നൊരു ഓട്ടോയില്. എടാ, ഈ കുട്ടിയുടെ കല്യാണമാ. അത് കിട്ടിയാലേ ഈ കല്യാണം നടക്കൂ. ഞാൻ എടുത്തില്ല സാറേ. അറിയാത്ത കാര്യം ഞാൻ എങ്ങനെ പറയാനാ സാറേ? ഓ, ഇവനെ പിടിച്ചങ്ങോട്ട് മാറ്റി എടുത്തോ. എന്തായാലും നിങ്ങൾ എങ്ങനെ ഇവിടെ കുത്തിപ്പിടിച്ച് നിന്നിട്ട് ഒരു കാര്യമില്ല. ആ ഓട്ടോ ഏതാന്ന് അറിയട്ടെ, അല്ലാതെ വേറെ നിവർത്തിയില്ല. നല്ല രസമുണ്ടല്ലേ അച്ഛാ? നമ്മൾ ആദ്യം എങ്ങോട്ടാ അച്ഛാ പോകുന്നേ? എവിടേക്ക് പോണ എന്റെ മക്കൾക്ക്? വാട്ടർ തീം പാർക്ക്. അപ്പൊ റൈഡിൽ കയറി തകർക്കാൻ തന്നെയാ തീരുമാനം അല്ലേ?
അവര് തകർക്കട്ടടോ. ഇന്ന് മുതൽ 2-3 ദിവസത്തേക്ക് ഇവർക്കൊപ്പം നമ്മളും തകർക്കുക. എന്തേ ഈ ഐഡിയ പിള്ളേർക്ക് വേണ്ടിയിട്ടാണെന്ന് ശാരദാമ്മ പറഞ്ഞെങ്കിലേ പിന്നീട് ഞാൻ ചിന്തിച്ചപ്പോ ഈ പോക്ക് നമുക്കും കൂടിയാ. ആ കല്യാണം കേട്ട് ഇതുപോലെ വല്ല യാത്ര നമ്മൾ നടത്തിണ്ട. അതിന് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഒഴിഞ്ഞിട്ട് സമയം ഉണ്ടായിരുന്നില്ലല്ലോ. എന്നാ പിന്നെ നമുക്ക് നഷ്ടപ്പെട്ട ഹണിമൂൺ ഈ യാത്രയിൽ അങ്ങ് ഉൾപ്പെടുത്തിയല്ലോ. ചുമ്മാ ഉൾപ്പെടുത്താടോ ഒരു ചേഞ്ചിനെ. ആരും കേക്കണ്ട. 2 പിള്ളേരുമായി ഇത്രയും പ്രായമായി അപ്പോഴൊരു ഹണിമൂൺ ട്രിപ്പ്. എടോ എന്റെ മനസ്സ് നിറയെ പ്രണയമല്ലേ, അത് മുഴുവൻ തനിക്ക് തന്നു തീർക്കാൻ എന്റെ ഈ ജന്മം കൊണ്ട് കഴിയൂല. എങ്കിലേ നമുക്ക് അടുത്ത ജന്മം കൂടി കടം ചോദിച്ചാലോ ദൈവത്തിനോട്? എങ്കി തീരൂ? അങ്ങനെ ചോദിച്ചാ പറ, എങ്കി തീരോ? ദേ ഇതൊരു കടല, ഒരു അന്തും കുന്തും ഇല്ലാതെ വിശാലമായി കിടക്കുന്ന ഒരു സ്നേഹക്കടല്. ഇതിന്റെ തീരത്തിതേ തന്നെ നോക്കിയതാ ഇങ്ങനെ ഇരിക്കണം. അതെ, ഇങ്ങനെയായിരുന്നു ഈ കാർ ഓടിക്കാൻ ആ കമലങ്ങളെ കൊണ്ടുവരായിരുന്നു. വിഷ്ണു അച്ഛാ, ഡ്രൈവിംഗ് ശ്രദ്ധയോടെ ചെയ്യേണ്ട കേട്ടോ. ഓ അതെ, ഇത്തിരി ചില്ലറ കാര്യങ്ങളല്ലാട്ടാ, നമ്മളെ ശരിക്കും സൂക്ഷിക്കേണ്ടിയിരിക്കണു. അതെങ്ങനെ? അതെ, ഈ അച്ഛൻ്റെ അല്ലേ മക്കള്, രണ്ടിനും ഈ ഗുണം കാണാതിരിക്കില്ല. ആ മക്കളെ, ഇപ്പൊ അച്ഛന്റെ ഡ്രൈവിംഗിന്റെ കോൺസെൻട്രേഷൻ കളയുന്ന ആരാ നോക്കിയേ? രണ്ടും കണക്കാ. മിക്കവാറും വണ്ടി ഞങ്ങൾ ഓടിക്കേണ്ടി വരുമെന്നാ തോന്നുന്നേ. ശരി, അടുത്ത കീറ്. മക്കളെ കേട്ടില്ലേ, ഇതാണ് ട്രിപ്പ്. ഇങ്ങനെ വേണം ട്രിപ്പ്. മക്കളെ ഒരു പാട്ട് പാടിയേ. ഒന്നാം തരം ബലൂൺ തരാം. അയ്യോ ഈ ഒന്നാം തരം ബലൂൺ കേട്ട് കേട്ട് മടുത്തു. വേറെ വല്ല പാട്ടും പാട്. ആ പോരട്ടെ. മറ്റേ പാട്ട് പാടിയാലോ? മറ്റേ പാട്ട് പാടാം. കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ, ആയിരം താരകൾ പൂത്തു വന്നു. പൂക്കട്ടെ പൂക്കട്ടെ. പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു. കാണാതെ വയ്യെന്ന് തോന്നലായി, കണ്ടിട്ടും കണ്ടിട്ടും പോരാതായി. തൊട്ടപ്പോൾ ആത്മാവിൻ തേൻ നിറഞ്ഞു, പൂ പോലെ നീ വിരിഞ്ഞു.